8 നവംബറിന് നമ്മൾ ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ്, പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലേ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ എബിലിറ്റീസ്, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നേവിക്ക് എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി, അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച്, ഇപ്പോൾ കപ്പലിൽ കയറാൻ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ, അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് 8-ാം തീയതി നമ്മൾ അവിടെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ 9-ാം തീയതി നമ്മൾ അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും. ഇപ്പോൾ 10-ഉം 11-ഉം നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ്. അവിടെ നമ്മൾ കപ്പലിൽ പോകാം, പിന്നെ നമുക്ക് കുറേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെയൊക്കെ പോകാം. പിന്നുള്ളത് INS ഗരുഡ, അത് ഏവിയേഷൻ ബേസ്, അവിടെ അത് കാണാൻ. അപ്പൊ ഇത് 10-ഉം 11-ാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ, നിങ്ങൾക്കറിയാവുന്നവർ എല്ലാവരെയും പറഞ്ഞു വിടണം. അതെല്ലാവർക്കും ഉള്ളതാണ്. നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയല്ല. അപ്പോൾ 9-ാം ക്ലാസ്സിന് മേലോട്ടുള്ള ഒരു കാര്യം, അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അപ്പോൾ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ മോട്ടിവേറ്റ് ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ, അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി 9-ാം ക്ലാസ്സിൽ മേലിലോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വളരെ ജോഷ് ആയിട്ടുള്ള 8-ാം ക്ലാസ്സിന് കയറി പോകുന്നു കഴിഞ്ഞാൽ അവരെ നിർത്തുമെന്നല്ല പറഞ്ഞത്, അവർക്കും കയറി പോകുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ 10-ാം തീയതിയാണ്. പിന്നെ ഒരു ഡിസംബർ 21 ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഹാഫ് മാരത്തോൺ ആണ്, 21 കിലോമീറ്റർ. അത് നമ്മുടെ നേവൽ എയർക്രാഫ്റ്റ് യാർഡാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ സൂപ്രണ്ടന്റ് കമഡോർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെപ്പറ്റി കൊടുത്തു. അപ്പോൾ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അതിനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ഒക്ടോബർ അതിനൊരു ഏർലി ബേർഡ് ഒരു സൂപ്പർ കൺസെഷൻ ഉണ്ട്. അപ്പോൾ 4-5 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി ഞാൻ അപേക്ഷിക്കുകയാണ്, മാക്സിമം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കും. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തോട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ്. നമ്മുടെയൊക്കെ അഭിമാനമാണ്, നമുക്കൊരു ഇന്ത്യൻ നേവൽ അക്കാഡമി ഉണ്ട് എഴുമേല അല്ലേ. അവിടെയുള്ള നമ്മുടെ കോർ നേവിയിലെ നമ്മുടെ കോർ ടീം, നമ്മളൊരു ക്രീം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്റ്റഡ് സ്കൂൾസ് കോളേജസിലെ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ, സീരീസ് ഓഫ് ഇൻട്രാക്ഷൻ, അത് ചിലടത്ത് ക്വിസ് ആയിരിക്കും, ചിലടത്ത് ലെക്ചർ ആയിരിക്കും, ചിലടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷനൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ തരുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഏതാണ്ടൊരു സീരിയൽ നമ്പർ 9 to 16 അത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചത്. അപ്പോൾ ഈ മീഡിയ വഴി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ആ സ്കൂളുകളെല്ലാം അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ആ സ്കൂളുകളിലൊക്കെ